സശുരം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം സ്വരൂപഗതാമി വന്ദേഹം ശ്രീഗുരു ശ്രീരാധവനം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സകലജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സ്വാഗതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സഗണലളിത ശ്രീവിശാഖാന്യതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്കുരു കാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപാസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യാം നമാമി ഭക്തശ ജ്ഞാനന്ദം മഹന്നാമി സർവാനന്ദ പരമ്പരം ശ്രീനാമകൃതം ദേവം അവധൂത ശിരോമണി നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപിതായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരതിശയം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനി നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി വിചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരൻ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഹരിചന്ദ്രായ രാധികായ തദവേ കൃഷ്ണായ കൃഷ്ണഭക്തായ ഭക്തായ പ്രഭുപാവിദ്യോരാജീയ നിതായ ഹരേ ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 11 ശ്ലോകം 19. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കാണാലോ ശ്ലോകം അല്ലെ? ഹരേ കൃഷ്ണ. കാണാണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാരമുഖ്യാശ ശതശോ യാനേസ്തദ്ദർശനോത്സുകാ അസത്കുണ്ഡല നിർബാധ കപോലാവദനശ്രിയാ. വാരമുഖ്യാശ ശതശോ യാനേസ്തദ്ദർശനോത്സുകാ രസത്കുണ്ഡല നിർബാധ കപോലാവദന ശ്രിയഃ. പാരമുഖ്യാശ ശതശോ യാനേസ്തദ്ദർശനോത്സുകാ രസത്കുണ്ഡല നിർബാധ കപോലാവദന ശ്രിയഃ. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ചൊല്ലാം ശ്ലോകങ്ങളൊക്കെ. ഓരോരോ ആൾക്കാർക്കായിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ചെറിയൊരു അസൗകര്യമുണ്ട്. നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പിൽ ചാർജ് കുറവാണ്. അപ്പൊ നാളെ മുതൽ നമുക്ക് പഴയ പോലെ തന്നെ ചൊല്ലാം. ഇന്ന് എല്ലാവർക്കുമായിട്ട് ഒരുമിച്ച് ചൊല്ലാം ശ്ലോകങ്ങൾ കേട്ടോ. പിന്നീട് അതുകൊണ്ടാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാരമുഖ്യാശ ശതശോ യാനേസ്തദ്ദർശനോത്സുകഃ രസത്കുണ്ഡല നിർബാധ കപോലാവദന ശ്രിയാ. വാരമുഖ്യാശ ശതശോ യാനേസ്തദ്ദർശനോത്സുകാ രസത്കുണ്ഡല നിർബാധ കപോലാവദന ശ്രിയഃ. ഹരേ കൃഷ്ണ. നമുക്ക് ഈ ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം വിവർത്തന ഭാവാർത്ഥം നോക്കാം.
ഓരോരോ ആൾക്കാർക്കായിട്ട് നാളെ മുതൽ വീണ്ടും ശ്ലോകം ചൊല്ലാം കേട്ടോ. ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വേഗത്തിൽ ഓഫായി പോകും ലാപ്ടോപ്പ്. വാരമുഖ്യ അറിയപ്പെടുന്ന പേശികൾ ശതശ 100 കണക്കിന് യാനൈ വാഹനങ്ങളിൽ തദ്ദർശന അദ്ദേഹത്തെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനെ സന്ദർശിക്കാനായി അത്യധികം ഉത്സുകമായ ലസത്ത് തൂക്കിയിട്ടിരിക്കുന്ന കുണ്ടല കർണകുണ്ടലങ്ങൾ, നിർബാധ കണ്ണഞ്ചിപ്പിക്കുന്ന കപോല നെറ്റി, വദനം ശ്രീയ സൗന്ദര്യം, വർത്തനം ഭാവാർത്ഥമേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. അതേസമയം 100 കണക്കിന് പേര് കേട്ട വേശികൾ വിവിധ വാഹനങ്ങളിൽ മുന്നോട്ട് പോകുവാൻ തുടങ്ങി. അവരെല്ലാവരും ഭഗവാനെ ദർശിക്കുവാൻ അത്യുത്സുകരായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ സുന്ദരമായ വദനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നതിനാൽ അവ അവരുടെ നെറ്റിയുടെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക്. ഭഗവാന്റെ ഭക്തകളാണെങ്കിൽ വേശികളെ പോലും വെറുക്കാൻ അനുവാദമില്ല. ഇന്നും ഭാരതത്തിന്റെ മഹാനഗരങ്ങളിൽ ഭഗവാന്റെ ആത്മാർത്ഥ ഭക്തകളായ നിരവധി വേശികളുണ്ട്. അവർ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം ഒരുപക്ഷെ സമൂഹത്തിൽ അത്ര മാന്യത കൽപ്പിക്കപ്പെടാത്ത തൊഴിലിൽ ഏർപ്പെടേണ്ടതായി വന്നേക്കാം. എന്നാൽ അത് ഭഗവത് ഭക്തി സേവന നിർവ്വഹണത്തിന് പ്രതിബദ്ധമാകുന്നില്ല. ഏത് സാഹചര്യത്തിലായാലും ഭഗവത് ഭക്തി സേവനം അനിയന്ത്രിതവും അവിരാമവുമാകുന്നു. അക്കാലത്തും, അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പും ശ്രീകൃഷ്ണ ഭഗവാൻ വസിച്ചിരുന്ന ദ്വാരക പോലുള്ള നഗരത്തിലും വേശികൾ ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു. സമൂഹത്തിന്റെ ഉചിതമായ സംരക്ഷണത്തിന് വേശികൾ നിർബന്ധ ഘടകമാകുന്നു. സർക്കാർ മദ്യശാലകൾ അനുവദിക്കുന്നുവെങ്കിലും ഭരണകൂടം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അതിനർത്ഥമില്ല. മദ്യശാലകൾ അനുവദിക്കപ്പെടുന്നതിന്റെ മുഖ്യ ഉദ്ദേശം എന്തെന്നാൽ, ഏതു വിധേനയും മദ്യപിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. മഹാനഗരങ്ങളിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അവർ നിയമവിരുദ്ധമായി മദ്യക്കള്ളക്കടത്ത് നടത്തുകയുണ്ടായി. അതേപോലെ ഭവനത്തിൽ ലൈംഗിക സംതൃപ്തി ലഭിക്കാത്തവർ വേശ്യകളെ ആശ്രയിക്കുന്നു. ആകയാൽ അത്തരക്കാർക്ക് ആ വിധത്തിലുള്ള സൗജന്യം ആവശ്യമാകുന്നു. വേശ്യകളില്ലാത്ത പക്ഷം അത്തരം തരംതാണ മനുഷ്യർ മറ്റുള്ളവരെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നു. അതിനാൽ സമൂഹത്തിന്റെ പവിത്രത സംരക്ഷിക്കാനായി അഥവാ നിലനിർത്താനായി വേശ്യകൾ സുലഭമാകുന്ന ഒരർത്ഥത്തിൽ നല്ലതാണ്. യഥാർത്ഥ ഉദാഹരണം സർവമാന ജനങ്ങളുടെയും ഭഗവത് ഭക്തരാക്കി ഉദ്ഭാസിപ്പിക്കുകയാകുന്നു. മാത്രമല്ല അത് ജീവിതത്തിന്റെ എല്ലാ ഹീനമായ ഘടകങ്ങൾക്കും വിരാമമിടുന്നു. വിഷ്ണുസ്വാമി വൈഷ്ണവ സമിതിയുടെ മഹാ ആചാര്യനായ ശ്രീ വില്ലുമംഗല ഠാക്കൂർ അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ദൈവവശാൽ ഭഗവത് ഭക്തിയായ ചിന്താമണി എന്ന ഒരു വേശ്യയോട് അധികം അഭിനിവേശമുള്ളവനായിരുന്നു. കനത്ത മഴയും ഇടിമിന്നലുമുള്ള രാത്രി ശക്തിയായ തിരമാലകളുമായി രോഷാകുലമായി കുത്തിയൊഴുകുന്ന പുഴ ഇതെല്ലാം കഷ്ടപ്പെട്ട് താണ്ടി തന്റെ കാമസംതൃപ്തിക്ക് വേണ്ടി താക്കൂർ ചിന്താമണിയുടെ വീട്ടിൽ നനഞ്ഞൊലിച്ച് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചിന്താമണി അത്ഭുതത്തോടുകൂടി ചോദിച്ചു. തന്റെ സാരമായ ഈ സ്ത്രീ ശരീരത്തോടുള്ള വില്ലുമംഗല ഠാക്കൂറിന്റെ അഭിനിവേശം ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഉപയോഗപ്പെടുത്തി ഭഗവാന്റെ അതീന്ദ്രിയ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടാൻ ശ്രമിക്കേണ്ടതായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. അവളുമായി ചെലവഴിച്ച ആ സമയം വില്ലുമംഗല ഠാക്കൂറിന്റെ ജീവിതത്തിലെ ഒരു വിലയേറിയ നാഴികക്കല്ലായിരുന്നു. തന്റെ ആത്മീയ ജീവിതം അവിടെ മുതലാണ് ഠാക്കൂർ ആരംഭിച്ചത്. പിന്നീട് വേശ്യയെ തന്നെ ഠാക്കൂർ തന്റെ ആത്മീയ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാഹിത്യരചനകളിൽ നിരവധി ഗീതങ്ങളിൽ അദ്ദേഹത്തിന് നേർവഴി കാട്ടിത്തന്ന ചിന്താമണിയെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഭഗവത്ഗീത 9:32 ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അല്ലയോ പാർത്ത, ശുദ്ധ ഭക്തിയുടെ സേവനത്താൽ എന്നെ അഭയം പ്രാപിക്കുന്നു. അധമഗുണത്തിൽ പിറന്നവരോ അവിശ്വാസികളുടെ കുലത്തിൽ പിറന്നവരോ വേശ്യകളോ ആരായാലും ശരി, അവർ പരമപദം പ്രാപിക്കും. എന്തെന്നാൽ നീചകുലത്തിലെ ജന്മമോ ഹീനമായ തൊഴിലിൽ ഏർപ്പെടുന്നതോ ഭക്തിയുടെ സേവന മാർഗത്തിലെ പ്രതിബന്ധങ്ങൾക്ക് ഹേതുവാകുന്നില്ലെന്ന് മാത്രമല്ല, അത് അനുവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ആദാസ്വതന്ത്രമായി തുറന്നു കിടക്കുന്നു. മുകളിൽ ഉദ്ധരിച്ച ഭഗവത്ഗീതയിലെ സന്ദേശപ്രകാരം ഭഗവാനെ ദർശിക്കാൻ വ്യഗ്രത പൂണ്ട ദ്വാരകയിലെ ഭഗവാന്റെ ശുദ്ധ ഭക്തകളായ എല്ലാ ദാസിമാരും മാർഗത്തിലായിരുന്നു. ആകയാൽ പൗരന്മാരെ ഭഗവാന്റെ ഭക്തരാക്കി മാറ്റുന്നതിനുള്ള കൂട്ടായ യത്നമാണ് സമൂഹത്തിന് ആവശ്യമായ ഒരേ ഒരു പരിഷ്കാരം. അപ്രകാരം സ്വർഗലോകവാസികളുടെ സർവ്വഗുണങ്ങളും അവരുടേതായ രീതിയിൽ അവർ മറികടക്കും. അന്യത എന്തൊക്കെയായാലും, എത്രത്തോളം ഭൗതിക പുരോഗതി കൈവരിച്ചവരായാലും അഭക്തരായവർക്ക് യാതൊരു സദ്ഗുണങ്ങളും ഉണ്ടായിരിക്കില്ല. അന്തരം എന്തെന്നാൽ ഭഗവത് ഭക്തർ മോശമാർഗത്തിലും അതേസമയം അഭക്തർ അധികതരമായി ഭൗതിക ബന്ധനത്തിൽ അകപ്പെടുന്ന കുഴപ്പങ്ങളിലേക്കും മാർഗത്തിലാകുന്നു. സംസ്കാര പുരോഗതിയുടെ മാനദണ്ഡം ജനങ്ങൾ വിദ്യാഭ്യാസ സമ്പന്നരോ മോശ മാർഗ പുരോഗതി കൈവരിച്ചെന്നോ എന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നു. സുഖപ്രഭുപാദയ്ക്ക് ജയ്.
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേ അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീത്തമസ്ലൗകി ഭക്തിർഭവതി നൈഷ്ഠികേ മുഖം കരോതി വാചാലം പങ്കും ലങ്കായ ദേഹിരി കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വര നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യേ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി വിചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ പ്രഭുപാദ് കി ജയ, ഗുരു മഹാരാജ് കി ജയ, നിതായ ഗൗരവാനന്ദേ ഹരേ. അപ്പോ ഇവിടെ ഭഗവാന്റെ ദ്വാരകയിലേക്ക് ഭഗവാൻ വരുന്നത് കണ്ടിട്ട് അവിടെ കൂടിയവരൊക്കെ ഭഗവാനെ സ്വീകരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ, അപ്പൊ ഇവിടെ വേശ്യ സ്ത്രീകൾ അവരും ഭഗവാന്റെ ദർശനം എടുക്കുകയുണ്ടായി എന്ന് പറയും. അപ്പോ അതിൽ ഭാവാർത്ഥത്തില് പ്രഭുപാദര് വില്യമംഗല ഠാക്കൂറിനെ കുറിച്ച് പറയും. അപ്പൊ ഇവിടെ പ്രഭുപാദർ പറഞ്ഞു, ഭഗവാന്റെ ഭക്തകളാണെങ്കിൽ വേശ്യകളെ എപ്പോഴും വെറുക്കാൻ അനുവാദമുണ്ട്. അപ്പൊ അവരും എന്താണോ ഭഗവാന്റെ അംശം തന്നെയാണ് അല്ലെ. മമൈവാംശു ജീവലോക ജീവഭൂതാസന. എല്ലാവരും അവരവരുടെ കർമ്മം കൊണ്ട് അല്ലെ, അവരുടെ ജീവിത സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ ആയിട്ടുള്ളതാണ് അല്ലെ. അല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ അത് ആസ്വദിക്കുന്നതും നമ്മുടെ യമനിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഇതൊക്കെ വളരെ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഉരുക്കിന്റെ അങ്ങനെയുള്ള പ്രതിമ ഉണ്ടാക്കി സ്ത്രീയോട് ആകർഷകരായ പുരുഷന്മാർക്ക് അങ്ങനെയുള്ള സ്ത്രീയുടെ ഉരുക്ക് കൊണ്ടുള്ള ചുട്ടുപഴുത്തിട്ടുള്ള തിളക്ക് അങ്ങനെ അതിനെ കെട്ടിപ്പിടിക്കാനായിട്ടൊക്കെയുള്ള ശിക്ഷ തരുന്നു എന്ന് പറയും. അങ്ങനെയൊക്കെ ശിക്ഷകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മദ്യം മറ്റുള്ള തരത്തിൽ മദ്യക്കള്ളക്കടത്തൊക്കെ അടക്കിയിട്ട് മദ്യപിക്കുന്നതുകൊണ്ട് സർക്കാർ തന്നെ മദ്യശാലകളൊക്കെ തുറക്കുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളില്ല, ചില ആൾക്കാരൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെ. അതുകൊണ്ട് അവർക്ക് അവരുടെ സംതൃപ്തിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, വില്ലുമംഗല ഠാക്കൂർ. അദ്ദേഹം ഒരു വേശ്യ സ്ത്രീയോട് ഇഷ്ടമുണ്ടായി അല്ലെ. ആ സ്ത്രീയെ എപ്പോഴും കാണണം, പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയായിട്ട് ഒരിക്കലും വലിയ ഇടി മഴയൊക്കെ ഉള്ള ഒരു രാത്രിയിൽ ആ വേശ്യ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. അത്രയും നദിയൊക്കെ കരകവിഞ്ഞിട്ട് ഒഴുകുന്നതാണ്. അപ്പോ അത് അക്കരയ്ക്ക് നീന്തി കടക്കാൻ കഴിയാത്തതുകൊണ്ട് അതിലൊരു മരത്തടിയാണെന്ന് വെച്ചിട്ട് ഒന്നിൽ പിടിച്ചിട്ട് അക്കരയ്ക്ക് കടക്കുകയുണ്ടായിരുന്നത്. അപ്പോ മരത്തടിയാണെന്ന ധാരണയിലാണ് പോയിട്ടുള്ളത് അല്ലെ. എന്നാൽ അതൊരു പുഴയിൽ ഉണ്ടായിരുന്ന ഒരു ശവശരീരമായിരുന്നു എന്ന് പറയുന്നു. അതിനെ പിടിച്ചിട്ടാണ് പോയത്. എന്നാൽ ഈ സ്ത്രീയെ കാണാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം മൂലം അതെന്താണ് തന്റെ കയ്യിലുള്ള എന്ന് നോക്കാതെ അതിൽ പിടിച്ചിട്ട് പോവുകയുണ്ടായി. അതുപോലെ അവിടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാനൊന്നും കഴിയാത്ത ഒരവസ്ഥയായി. ഇപ്പോ ഒരു മരത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു വള്ളിയിൽ പിടിച്ചിട്ട് കയറി പോവുകയുണ്ടായി. അപ്പോ ആ വള്ളി യഥാർത്ഥത്തിൽ ഒരു പാമ്പായിരുന്നു. പാമ്പിനെ പിടിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് പോയത്. ഇതൊക്കെ ആ മഴയിലും രാത്രിയിലും ഒന്നും മനസ്സിലായില്ല. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു മരത്തടി വരുമ്പോ അതിന്റെ മേലെയാണ് വന്നത്. അപ്പോൾ ആ മരത്തടി എവിടെയെന്ന് നോക്കുമ്പോഴെന്താണ്, ഇതൊരു ശവശരീരമായിരുന്നു. പിന്നീട് ഒരു വള്ളിയിൽ പിടിച്ചിട്ട്, ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിയിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ വീട്ടിലേക്ക് കടന്നതെന്ന് പറഞ്ഞപ്പോ, ആ വള്ളി, ഇങ്ങനെ ഒരു വള്ളി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതെന്തായിരുന്നു, ഇതൊരു പാമ്പായിരുന്നു. അപ്പൊ ഈ അത്രയും കൂടുതലായിട്ടുള്ള ആഗ്രഹം നിമിത്തം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, എന്താണെന്ന് പോലും, എന്താണ് താൻ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം മറന്നുപോയി അല്ലെ. അപ്പൊ അങ്ങനെ ആ സ്ത്രീ വില്ലുമംഗല ഠാക്കൂറിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാനുള്ള ഈ പ്രയത്നം ഇത് ഭഗവാന്റെ അടുത്തേക്ക് പോവാനായിട്ട്, ഭഗവാന്റെ ഭക്തിത സേവനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ ഈ അഭിനിവേശം, ഈ സ്ത്രീയായിട്ടുള്ള എന്നോടുള്ള അഭിനിവേശം അത് ഭഗവാനോടാണ് വേണ്ടിയിരുന്നത്. അതീന്ദ്രിയ സേവനത്തില് ഉപയോഗപ്പെടുത്തി ഭഗവാന്റെ അതീന്ദ്രിയ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടാൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്ന ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കുകയുണ്ടായി.
അപ്പോ പ്രഭുപാദർ പറയുന്നു ആ വില്യമംഗല സ്വാമിയുടെ ഠാക്കൂറിന്റെ ജീവിതത്തിലെ ഒരു വിലയേറിയ നാഴികക്കല്ലായിരുന്നു ആ സമയം, വേശ്യയുടെ ആ ഉപദേശം. അതോടെ വില്യമംഗല സ്വാമിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായി. അങ്ങനെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോവുകയും അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ യമുനയിലൊക്കെ കുളിച്ചുകൊണ്ട് അവിടുന്ന് കയറുമ്പോൾ വീണ്ടും ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീയിൽ വീണ്ടും അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുകയുണ്ട്. അദ്ദേഹം വിചാരിച്ചു, എൻ്റെ ഈ കണ്ണുകളാണ് എല്ലാറ്റിനും കാരണം, എൻ്റെ ഈ കണ്ണുകൾ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കണ്ണുകള് കുത്തിപ്പൊട്ടിക്കുകയുണ്ടായി. പിന്നീട് അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ജീവിക്കുകയുണ്ടായി. ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് സഹായിയായിട്ട് വന്നു എന്ന് പറയും. ഉണ്ണിക്കണ്ണൻ അന്ധനായിട്ടുള്ള ആ കാഴ്ച നഷ്ടപ്പെടുത്തിയ, വേറൊന്നും കാണണ്ട, ഇങ്ങനെയുള്ള ഭൗതിക ലോകത്തിലുള്ള ആകർഷിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ഭഗവാൻ മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ഉള്ള ആ കാഴ്ചകൾ നഷ്ടപ്പെടുത്തിയെങ്കിലും ഭഗവാൻ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും സഹായിയായിട്ടുണ്ടായിരുന്നു. പ്രഭുപാദർ പറയുന്നു, പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ പറയുന്നു, എന്നെ ഒരിക്കലും നിങ്ങൾ ഈ വില്യമംഗല സ്വാമിയെ രക്ഷിക്കാനായിട്ട് വേശ്യയായിട്ട് വന്ന പോലെ എന്നെ വരുത്തിക്കരുതെന്ന്. യഥാർത്ഥത്തില് ആ വില്യമംഗല സ്വാമിയുടെ ഗുരുവാണ് ആ വേശ്യയായിട്ട് വന്നിട്ടുള്ളതെന്ന്. വേറെ യാതൊരു തരത്തിലും വില്യമംഗല സ്വാമിയെ, ഈ പതിച്ചു പോയിട്ടുള്ള വില്യമംഗല ഠാക്കൂറിനെ, പതിതനായിട്ടുള്ള ഇദ്ദേഹത്തിന് വേറൊരു തരത്തിലും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഗുരു തന്നെ ഒരു വേശ്യയുടെ രൂപത്തിൽ വന്നു. അപ്പൊ ആ വേശ്യ പറഞ്ഞാൽ മാത്രമേ വില്യമംഗല ഠാക്കൂർ കേൾക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വന്നു. പ്രഭുപാദർ പറഞ്ഞു, എന്നെ ഇതുപോലെ നിങ്ങൾ വേശ്യയുടെ രൂപത്തിൽ എന്നെ ഇവിടെ വരുത്തിക്കരുത് ഒരിക്കലും എന്ന് പ്രഭുപാദർ ശിഷ്യന്മാർക്കൊക്കെ തമാശ രൂപത്തിൽ പറയുന്നത്. പിന്നീട് അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിട്ട് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായിട്ട് മാറി അല്ലെ. ഇപ്പൊ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ, ആര് തന്നെ ആയാലും ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയുത സേവന മാർഗത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അത്രയും ഭഗവാന്റെ ഭക്തന്മാരായിട്ട് കരുതണം എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹം പിന്നീട് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി, ഭഗവാന്റെ എല്ലാ കാരുണ്യവും ലഭിച്ചു. അപ്പൊ ആ വേശ്യയുടെ ആ ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് വേശ്യാസ്ത്രീ പോവുകയുണ്ടായി അല്ലെ. ഹരിദാസ് ഠാക്കൂർ ആ സ്ത്രീയും ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയാക്കുകയുണ്ടായി. പിന്നെ ആ സ്ത്രീ ധാരാളം ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായി. ഇവിടെ പ്രഭുപാദർ പറയുന്നു, ഭഗവത്ഗീതയിലെ സന്ദേശപ്രകാരം ഭഗവാനെ ദർശിക്കാൻ വ്യഗ്രത കൊണ്ട് ദ്വാരകില ഭഗവാന്റെ ശുദ്ധ ഭക്തകളായ എല്ലാ ദാസിമാരും മോശമാർഗത്തിലായിരുന്നു. ആകയാൽ പൗരന്മാരെ ഭഗവാന്റെ ഭക്തരാക്കി മാറ്റുന്നതിനുള്ള കൂട്ടായ യത്നമാണ് സമൂഹത്തിന് ആവശ്യമായ ഒരേ ഒരു പരിഷ്കാരം. അപ്രകാരം സർവ്വലോക നിവാസികളുടെ സർവ്വഗുണങ്ങളും അവരുടേതായ രീതിയിൽ അവർ മറികടക്കും. അന്യത എന്തൊക്കെയായാലും അവർ എത്രത്തോളം ഭൗതിക പുരോഗതി കൈവരിച്ചാലും അഭക്തരായവർക്ക് യാതൊരു സദ്ഗുണങ്ങളും ഉണ്ടായിരിക്കില്ല. അന്തരം എന്തെന്നാൽ ഭഗവത് ഭക്തർ മോശമാർഗത്തിലും അതേസമയം അഭക്തർ അധികതരമായി ഭൗതിക സംസ്കാര പുരോഗതിയുടെ മാനദണ്ഡം ജനങ്ങൾ വിദ്യാസമ്പന്നരെന്നോ മോശമാർഗ പുരോഗതി കൈവരിച്ചെന്നോ എന്നതിനെ ആശ്രയിച്ചത്. നമുക്കൊരു ശ്ലോകം കൂടി നോക്കാം. അടുത്തത് പിന്നീട് അടുത്ത ക്ലാസ്സിൽ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നടനർത്തക ഗന്ധർവ സൂതമാഗത വന്ദിന ഗായന്തി ചോത്തമ ശ്ലോക ചരിതാന്യത്ഭുതാനി ച. നടനർത്തക ഗന്ധർവ സൂതമാഗത വന്ദിന ഗായന്തി ചോത്തമ ശ്ലോക ചരിതാനത്ഭുതാനി ച. നടനർത്തക ഗന്ധർവ സൂതമാഗത വന്ദിന ഗായന്തി ചോത്തമ ശ്ലോക ചരിതാനത്ഭുതാനി ച. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും കൂടി ഈ ശ്ലോകം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നടനർത്തക ഗന്ധർവ സൂതമാഗത സൂതമാഗത വന്ദിന
സുതമാഗതവന്ദിനഃ ഗായന്തി ചോത്തമ ശ്ലോക ഗായന്തി ചോത്തമ ശ്ലോക ചരിതാന്യത്ഭുതാനി ച ചരിതാന്യത്ഭുതാനി ച നടനർത്തക ഗന്ധർവ സുതമാഗത വന്ദിന ഗന്ധർവന്ദിനഃ ഗായന്തി ചോത്തമ ശ്ലോക ചരിതാന്യത്ഭുതാനി ച ചോത്തമ ശ്ലോക ചരിതാന്യത്ഭുതാനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമുക്ക് ഈ ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം വിവർത്തനമാവർത്തനം നോക്കാം. നടന്മാർ, നർത്തക നർത്തകർ, ഗന്ധർവ സർഗലോക ഗായകർ ഗന്ധർവന്മാർ, സൂത വൃത്തിപര പുരാവൃത്തങ്ങൾ, മാഗധ വൃത്തിപര വംശ ചിത്രകാരന്മാർ, വന്ദിന വിൽപ്പത്തിയുള്ള വൃത്തിപര പ്രാസംഗികർ, ഗായന്തി ആലപിക്കുക, ച യഥാനുക്രമം ഉത്തമ ശ്ലോക പരമപുരുഷൻ, ചരിതാനി പ്രവർത്തനങ്ങൾ അഥവാ കർമ്മങ്ങൾ, അത്ഭുതാനി എല്ലാ അതിമാനുഷികമായ ച വിവർത്തനം ഭാവാർത്ഥം ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദിജെ. ഭഗവാന്റെ അതിമാനുഷ്യ ലീലകളാൽ പ്രചോദിതരായി വിദഗ്ധരായ നാടകക്കാരും കലാകാരന്മാരും നർത്തകരും ഗായകരും പുരാവൃത്തകരും വംശ ചരിത്രകാരന്മാരും വിദൂഷകരായ പ്രാസംഗികരുമെല്ലാം അവരുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദിജെ. 5000 വർഷങ്ങൾക്ക് മുമ്പും നാടകക്കാർ, കലാകാരന്മാർ, നർത്തകർ, ഗായകർ, ചരിത്രകാരന്മാർ, വംശ ചരിത്രകാരന്മാർ, പ്രാസംഗികർ തുടങ്ങിയവരുടെ സേവനം സമൂഹത്തിന് ആവശ്യമായിരുന്നെന്ന് വെളിപ്പെടുന്നു. നർത്തകർ, ഗായകർ, നാടകീയ കലാകാരന്മാർ എന്നിവർ മിക്കവാറും ശൂദ്ര സമൂഹത്തിൽ നിന്നുള്ളവരും അതേസമയം പണ്ഡിതരായ പുരാവൃത്തകർ, വംശചരിത്രകാരന്മാർ, പ്രസിദ്ധരായ പ്രാസംഗികർ എന്നിവർ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് വരുന്നവരുമാകുന്നു. അവരെല്ലാവരും ഒരു പ്രത്യേക ജാതിയിൽ അഥവാ വർണ്ണത്തിൽ ഉൾപ്പെടുന്നവരും അവരുടേതായ കലകളിൽ അതിനായി പ്രത്യേകം പരിശീലനം സിദ്ധിച്ചവരുമാകുന്നു. അത്തരം നാടകക്കാരും നർത്തകരും ഗായകരും പുരാവൃത്തകരും വംശചരിത്രകാരന്മാരും വിദഗ്ധ പ്രാസംഗികരും ഒക്കെ വ്യത്യസ്ത കാലങ്ങളിലെയും വിവിധ യുഗങ്ങളിലെയും സാധാരണമല്ലാത്ത ഭഗവാന്റെ അതിമാനുഷിക ലീലകളെക്കുറിച്ചും അവർ കാലക്രമം അനുസരിച്ചുള്ളവയല്ലെങ്കിലും ശ്രദ്ധ പതിപ്പിച്ചവരാകുന്നു. എല്ലാ പുരാണങ്ങളും വ്യത്യസ്ത കാലങ്ങളിലും യുഗങ്ങളിലും വിവിധ ഗ്രഹങ്ങളിൽ ഭഗവാനുമായി മാത്രം ബന്ധപ്പെട്ട ചരിത്ര സത്യങ്ങളാകുന്നു. ആകയാൽ അവയിൽ കാലക്രമം അനുസരിച്ചുള്ള വ്യത്യാസം നമുക്ക് കണ്ടെത്താനാവില്ല. ആയതിനാൽ ആധുനിക ചരിത്രകാരന്മാർക്ക് അവർ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണി കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അനധികൃതമായി പുരാണങ്ങളെയൊക്കെയും കാൽപ്പനിക കഥകളാണെന്ന് അവർ നിരൂപിച്ചിരിക്കുന്നു. ഭാരതത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് പോലും എല്ലാ നാടക അവതരണങ്ങളും മുഖ്യമായും ഭഗവാന്റെ അതിമാനുഷിക പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. സാമാന്യ ജനങ്ങൾ ഈ നാടകങ്ങളെ യഥാർത്ഥമായി ആസ്വദിച്ചിരുന്നു. മാത്രമല്ല യാത്രാസംഘങ്ങൾ ഭഗവാന്റെ അതിമാനുഷ ലീലകൾ വിസ്മയകരമായി അവതരിപ്പിച്ചിരുന്നു. അപ്രകാരം ഗണ്യമായ ശൈക്ഷിക ജ്ഞാനമില്ലെങ്കിലും അജ്ഞരായ കർഷകർ പോലും വേദവിജ്ഞാനത്തിൽ പങ്കാളികളായിത്തീരുന്നു. ആയതിനാൽ വിദഗ്ധ നാടക നടന്മാരും നർത്തകരും ഗായകരും പ്രാസംഗികരും ഒക്കെ സാമാന്യ ജനങ്ങളുടെ ആത്മീയ ജ്ഞാനോദ്ദീപനത്തിന് ആവശ്യ ഘടകങ്ങളാകുന്നു. പരമ്പരയായുള്ള വംശചരിത്രത്തെ സംബന്ധിച്ച് വിവരം നൽകുന്ന ചരിത്രകാരന്മാർ ഒരു പ്രത്യേക കുലത്തിലെ മുഴുവൻ അന്തരഗാമികളെ കുറിച്ചുള്ള പൂർണ്ണ വിവരം നൽകുന്നു. ഇപ്പോഴും ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ മാർഗോപദേഷ്ടാക്കൾ പുതുതായി വരുന്ന തീർത്ഥാടകർക്ക് വംശാവലിയെക്കുറിച്ചൊരു ലഘു വിവരണം നൽകുന്നു. ഇത്തരം അത്ഭുതാവഹമായ പ്രവൃത്തി പലപ്പോഴും അവണ്ണമുള്ള പ്രധാന വിവരങ്ങൾ സ്വീകരിക്കുന്നതിനായി അധികം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ഈ ശ്ലോകത്തില് വിവിധ തരത്തിലുള്ള കലകളെ കുറിച്ചും നാടകങ്ങളെ കുറിച്ചൊക്കെ പറയുന്നല്ലേ. പഴയ കാലങ്ങളിലൊക്കെ നാടകങ്ങളൊക്കെ ഭഗവാനെ കുറിച്ചും മറ്റുള്ള ദേവന്മാരെ കുറിച്ചും അവരൊക്കെ കുറിച്ചൊക്കെയുള്ള കഥകളും അവരുടെ ലീലകളും ഒക്കെ ആയിരുന്നു അല്ലെ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവാണ്. മറ്റുള്ള സീരിയലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സിനിമകളൊക്കെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലെ.
ഒരു ശ്ലോകം കൂടി എടുക്കാം. 21-ാമത്തെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദനിത്തേ. ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദദേ. ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദദേ. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാൻസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദദേ. യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദദേ. ഭഗവാൻസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദദേ. യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദദേ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം നിവർത്തനം ഭാവാർത്ഥം നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമദിവ്യത്വം കൃഷ്ണൻ തത്ര ആ സ്ഥലത്ത് ബന്ധൂനാം മിത്രങ്ങളുടെ പൗരാണാം പൗരന്മാരുടെ അനുവർത്തിനാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനും സ്വീകരിക്കുവാനും ഭഗവാനെ സമീപിച്ചവർ യഥാവിധി യഥോചിതമായി ഉപസംഗമ്യ സമീപിച്ച് സർവേഷാം ഓരോരുത്തർക്കും മാനം ബഹുമാനാദരങ്ങൾ ആദതെ സമർപ്പിച്ചു. വിവർത്തന ഭാവാർത്ഥം ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ. ശ്രീകൃഷ്ണ ഭഗവാൻ മിത്രങ്ങളെയും പ്രജകളെയും ബന്ധുക്കളെയും അദ്ദേഹത്തെ സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുവാനും എത്തിച്ചേർന്ന എല്ലാവരെയും സമീപിക്കും ഓരോരുത്തർക്കും ഉചിതമായ വണ്ണം ബഹുമാനാദരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദി പരമദിവ്യത്വം കൃഷ്ണൻ നിർവ്യക്തികനെന്നോ തന്റെ ഭക്തരുടെ വികാരങ്ങൾക്ക് പ്രതികരിക്കാത്ത നിഷ്ക്രിയ പൊരുളോ അല്ല. ഇവിടെ യഥാവിധി എന്ന പദം പ്രാധാന്യമറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ വിവിധ സ്തുതിപാഠകരോടും ഭക്തരോടും അദ്ദേഹം യഥോചിതമായി അന്യോന്യ വിനിമയം നടത്തി. പരമപുരുഷനെ സേവിക്കുക എന്നതല്ലാതെ പരിശുദ്ധ ഭക്തന്മാർക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഭഗവാനും തിരിച്ച് അതിനനുസൃതമായ രീതിയിൽ പ്രതികരിക്കുന്നു. പരിശുദ്ധ ഭക്തന്മാരുടെ എല്ലാ കാര്യങ്ങളും അതീവ ശ്രദ്ധാലുവാണ് ഭഗവാൻ. മറ്റു ചിലർ ഭഗവാനെ നിരാകാരനായി ചിത്രീകരിക്കുന്നത് കൊണ്ട് ഭഗവാൻ അവരുടെ കാര്യങ്ങളിൽ വ്യക്തിപരമായ താല്പര്യം കാണിക്കുകയില്ല. ഓരോരുത്തരുടെയും ആത്മീയ നിലവാരത്തിനനുസരിച്ചിട്ട് ഭഗവാനും അവരെ തൃപ്തിപ്പെടുത്തുന്നു. ഇതിന്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഭഗവാനെ ആദരവുകളൊക്കെ അർപ്പിച്ചിട്ടുള്ളവരൊക്കെ അവർക്കൊക്കെ ഭഗവാനും തിരിച്ച് അവർക്കൊക്കെ ബഹുമാന ആദരങ്ങളൊക്കെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനിൽ നിന്ന് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, അല്ലെ? ഭക്തി സേവന പ്രവർത്തനങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ ഭഗവാനും തിരിച്ചവരോടൊക്കെ കാരുണ്യം കാണിക്കുന്നു, അല്ലെ? നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ സമീപിക്കുന്നത് അതിനനുസരിച്ചുള്ള തക്കതായ പ്രതിഫലം ഭഗവാൻ തരുന്നു. അപ്പോ നിരാകാരവാദികൾ ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നവരൊന്നും ഭഗവാന്റെ രൂപത്തില് വിശ്വസിക്കുന്നില്ല, അല്ലെ? അപ്പൊ ഭഗവാൻ അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തിപരമായ കാര്യത്തില് ഭഗവാന് വ്യക്തിയല്ല, അല്ലെ? അത് ലൈറ്റാണ് എന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെയുള്ള രീതിയിൽ അവർ വിശ്വസിക്കുന്നു, അല്ലെ? ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നു, കാരുണ്യം ലഭിക്കും. ശ്ലോകങ്ങൾ 22 മുതലുള്ള ശ്ലോകങ്ങൾ നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ശ്രീമദ് ഭാഗവതം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.